മണ്ണാർക്കാട് പനയമ്പാടം വാഹനാപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥിനികളുടെ വീടുകളിൽ പാലക്കാട് എം.പി. വി.കെ. ശ്രീകണ്ഠൻ സന്ദർശനം നടത്തി. ലോറി മറിഞ്ഞ് കുട്ടികൾ മരിച്ച പനയമ്പാടത്തെ അപകടസ്ഥലവും റോഡിലെ പ്രശ്നങ്ങളും നേരിട്ടെത്തി എം.പി. മനസ്സിലാക്കി. അപകട വളവ് നികത്താനുള്ള എല്ലാ നടപടികൾക്കുമായി ബന്ധപ്പെട്ട മന്ത്രിയെ അടുത്ത ദിവസം തന്നെ കാണുമെന്ന് വി.കെ. ശ്രീകണ്ഠൻ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളായ ചെറുട്ടി മുഹമ്മദ്, വി.കെ. ഷൈജു, എം.എസ്. നാസർ, കെ.കെ. ചന്ദ്രൻ, പി.കെ.എം. മുസ്തഫ, സി.എം. നൌഷാദ്, ആന്റണി മതിപ്പുറം, സി.കെ. മുഹമ്മദ് മുസ്തഫ, പി.കെ. അബ്ദുള്ളക്കുട്ടി, മുഹമ്മദ് നവാസ്, അസ്ലം എന്നിവരും കൂടെയുണ്ടായിരുന്നു. കുട്ടികളുടെ മരണത്തിൽ പ്രാർത്ഥന നടത്തുന്ന മദ്രസകളിലും വി.കെ. ശ്രീകണ്ഠൻ എം.പി. എത്തി. ഇത് എന്താ അന്വേഷണത്തിന് അവസാനം എന്തറിയോ, ഈ മുഖം എനിക്കല പരിപാടി ഉണ്ടല്ലോ, ഒന്ന് ആളുകളെയൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ്. ഇവിടെ ആദ്യം കൊണ്ടുവന്ന് വെച്ചത് സീബ്ര ലൈൻ വരയ്ക്കലാണ്. ഈ സീബ്ര ഇത്രയും കിലോമീറ്റർ നിങ്ങൾ ആലോചിക്കണം, ഒരു സീബ്ര ലൈൻ വരച്ചതുകൊണ്ടുള്ള പ്രശ്നം തീർന്നതാണോ? രണ്ടാമത് കുറേ ഡിവൈഡർ കൊണ്ടുവന്ന് വെച്ചു. ആ ഡിവൈഡർ വെച്ച് പിറ്റേ ദിവസം നോക്കുമ്പോൾ വണ്ടികളൊക്കെ തട്ടി മറിഞ്ഞു കിടക്കുന്നുണ്ടാവും. ആ ഡിവൈഡർ നിർത്തി വെക്കേണ്ട പണി ഇവിടുത്തെ നാട്ടുകാർക്കാണ്. അതുപോലും തിരിഞ്ഞു നോക്കില്ല. മൂന്നാമത്തത് ഗ്രിപ്പുണ്ടാക്കി. ആ ഗ്രിപ്പുണ്ടാക്കി കുറച്ച് കഴിഞ്ഞ് വണ്ടി ഓടി അത് തേഞ്ഞു പോകുന്ന അറിയാത്ത എഞ്ചിനീയർമാരാണോ ഈ നാഷണൽ ഹൈവേയിലുള്ളത്? ആ ഗ്രിപ്പ് ഉണ്ടാക്കിയത് എന്നോ മാഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് കാണാലോ. അപ്പോൾ ടാറുരുകയാണല്ലോ, വെയിലല്ലേ. മാത്രമല്ല ഇനി മഴക്കാലായാൽ ഈ പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നത് ഈ കല്ലടിക്കോട് മേഖലയിലാണ്. എപ്പോഴും മഴ, വേനൽക്കാലത്ത് പോലും പൊടുന്നനെ മഴ പെയ്യും. ഒരു മഴ നിഴൽ പ്രദേശമാണ്. മഴ പെയ്താൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഹൈവേ ഏതാ ചോദിച്ചാൽ ഈ പാലക്കാട് മണ്ണാർക്കാട് ഹൈവേ ആണ്. പല വീടുകളിലേക്കും വെള്ളം കുത്തിയൊലിച്ചു പോയിട്ട് അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം. ആ പരാതികളൊന്നും പരിശോധിക്കില്ല. ഇവർക്ക് ചില സ്ഥലത്ത് ഡ്രെയിനേജ്, ചിലർക്ക് വേണ്ടി ചില സ്ഥലത്ത് ഡ്രെയിനേജ് ഇല്ല. അപ്പോൾ ഒട്ടും ശാസ്ത്രീയമല്ലാതെ ഇവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസായമാക്കി ഇത് മാറ്റിയിരിക്കുക. അതുകൊണ്ട് ഇതിൽ കുറ്റക്കാരെന്ന് പറയുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിക്കാരും അതിന് കൂട്ടുനിന്ന് അല്ലെങ്കിൽ കരാറുകാരും. ഈ രണ്ട് കൂട്ടർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ ഇത് മുന്നോട്ട് പോകില്ല. UTV ന്യൂസ്, പാലക്കാട്.